Hey, what's up guys? This is Bus to Perfect Style. My name is Age and let's overroll. Old money aesthetics. 2024 ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്യൂട്ട് ചെയ്യാൻ പോകുന്ന, വെയർ ചെയ്യാൻ പോകുന്ന ഔട്ട്ഫിറ്റുകളിലൊന്നാണ് ഓൾഡ് മണി എസ്തറ്റിക്സ്. ഓൾറെഡി ഒരുപാട് ഫാഷൻ ഷോസിൽ ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് ഫാഷൻ ഐക്കൺസ്, മോഡൽസ് എല്ലാം ഓൾഡ് മണി എസ്തറ്റിക്സ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. വലിയ വലിയ ഷോസുകളിലെല്ലാം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾഡ് മണി എസ്തറ്റിക്സ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പോപ്പുലർ ആണ്. ഒരുപാട് ക്ലാസി ഫോർമൽ സ്റ്റൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഓൾഡ് മണി എസ്തറ്റിക്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബാഗിയും വിന്റേജും ഓവർസൈസ്ഡ് ഒക്കെ ഭയങ്കര ട്രെൻഡായിട്ട് നമ്മുടെ സ്ട്രീറ്റിലും നമ്മുടെ കോളേജിലൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ ഒഫീഷ്യൽ യൂസേഴ്സിന് നമ്മുടെ ഫോർമൽ ഔട്ട്ഫിറ്റ്സ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഓൾഡ് മണി എസ്തറ്റിക്സ്. ഏറ്റവും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എങ്ങനെ നമുക്ക് ഓൾഡ് മണി എസ്തറ്റിക്സ് വെയർ ചെയ്യാൻ പറ്റും, അതാണ് മച്ചാനെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ, നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സംസാരിക്കുന്ന കംപ്ലീറ്റ്ലി ആണുങ്ങൾക്കുള്ള ഫാഷൻ, സ്റ്റൈൽ, ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, റിലേഷൻഷിപ്പ് ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കംപ്ലീറ്റ്ലി. അതിലേതിലെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ ഇംപ്രൂവ് ചെയ്യാനോ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള മണി അടിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് കയറി വരിക. മച്ചാനെ ഒരു കാര്യം കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കൊറിയൻ ഔട്ട്ഫിറ്റ്സ് എങ്ങനെ മേക്ക് ചെയ്യാം, ഏറ്റവും പ്രോപ്പർ ആയിട്ട് കൊറിയൻ ഔട്ട്ഫിറ്റ്സ് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ മേക്ക് ചെയ്യാം, അതെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. സോ അതിന്റെ കൂട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ചെക്കന്മാർക്ക്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും നല്ല അടിപൊളി ക്ലോത്തിങ്സ്, ലേറ്റസ്റ്റ് ഡിസൈൻസ്, ലേറ്റസ്റ്റ് ഫാഷൻസ്, അടിപൊളി ഔട്ട്ഫിറ്റ്സ് എല്ലാം ഏറ്റവും കിടിലൻ റേറ്റിന്, നല്ല അടിപൊളി റേറ്റിന് നമ്മുടെ ചെക്കന്മാർക്ക് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരം നവംബർ 10-ാം തീയതിയാണ് മച്ചാനെ നമ്മൾ ചെക്കന്മാർക്കെല്ലാം സാധനങ്ങൾ കൊടുത്തു തുടങ്ങുന്നത്. അത് ഈ ചാനലിലല്ല, വേറൊരു ചാനലിലാണ്, BPS ബൂം എന്നിട്ട് മറ്റൊരു ചാനൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഈ ചാനൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫാഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ഇതിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് സെല്ലിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു അവിയൽ പരുവാക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വേറൊരു ചാനലിലാണ്, BPS ബൂം എന്നൊരു ചാനലാണ്. ആ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ട ചപ്പും ചവറൊന്നുമില്ല, ലേറ്റസ്റ്റ് ഫാഷൻസ്, ലേറ്റസ്റ്റ് ഡിസൈൻസ്, അടിപൊളി പ്രൈസിനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ താല്പര്യമുള്ളവർ മാത്രം BPS ബൂം എന്നിട്ട് നമ്മുടെ മറ്റൊരു ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്ത് നിൽക്കുക. ഇൻസ്റ്റാഗ്രാം ഐഡിയും വഴിയെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി ജോയിൻ ചെയ്യാം. ഓൾഡ് മണി എസ്തറ്റിക്സ് ഒരു വിന്റേജ് സ്റ്റൈൽ ആണോ മച്ചാനെ? അബ്സല്യൂട്ട്ലി വിന്റേജ് സ്റ്റൈലാണ്. അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരി ഓവർ സൈസ്ഡ് ബാഗി മാക്സിമലിസം ആ കാലഘട്ടത്തിലെ വിന്റേജ് അല്ല. അതെല്ലാം ഒരു 80s 90s കാലഘട്ടത്തിലെ സ്റ്റൈലാണ് ഓവർ സൈസ്ഡും ബാഗി ഔട്ട്ഫിറ്റ്സ് എല്ലാം. പക്ഷേ ഓൾഡ് മണി സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ബിഫോർ 80s, ഒരു 60s 70s 80s കാലഘട്ടത്തിലെ സ്റ്റൈലാണ് ഓൾഡ് മണി ഔട്ട്ഫിറ്റ്സ്. ഓക്കെ, ഓൾഡ് മണി എസ്തറ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 60-നും 80-നും ഉള്ള ഇടയ്ക്കുള്ള കാലഘട്ടത്തിലുള്ള സ്റ്റൈലാണ്. അതായത് ഏറ്റവും കൂടുതൽ കാശുള്ള ആൾക്കാരും ഭയങ്കര റിച്ചസ്റ്റ് പീപ്പിൾ മാത്രം, പണ്ടത്തെ പണത്താര് മാത്രമേ നല്ല നല്ല ബ്രാൻഡിങ്ങിലും നല്ല നല്ല ക്ലോത്തിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല നല്ല ഫാഷനബിൾ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ആ സ്റ്റൈല്, പണ്ടത്തെ പണക്കാരുടെ സ്റ്റൈലാണ് ഓൾഡ് മണി എസ്തറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വെയർ ചെയ്യുന്ന. അതായത് അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, ഒരു വേ ഓഫ് സ്റ്റൈലാണ് ഓൾഡ് മണി എസ്തറ്റിക് സ്റ്റൈൽ. എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഓൾഡ് മണി എസ്തറ്റിക്സ് ഏറ്റവും പ്രോപ്പറായിട്ട് എങ്ങനെ വെയർ ചെയ്യാം, 5 പോയിന്റ് ഞാൻ പറയുന്നുണ്ട്. അതിൽ 1, 2 നമ്മളെ നിക്കറുടുപ്പ്, 3-മത്തെ നമ്മുടെ മുടി, 4-മത്തെ നമ്മുടെ ചെരുപ്പ്, 5-മത്തെ നമ്മുടെ മാലയും വളയും. ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ 1, 2 നമ്മുടെ ടോപ്പും ബോട്ടം സൈഡ്, 3-മത്തത് നമ്മുടെ ഹെയർ സ്റ്റൈൽസ്, 4-മത്തത് നമ്മുടെ സാൻഡിൽസ് ഐറ്റംസും, 5-മത്തത് നമ്മുടെ ആക്സസറീസും ആണ്. ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ മച്ചാനെ, എന്തായാലും 1-മത്തെ കാര്യം ടോപ്പ് വെയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം നമുക്ക് ഫിറ്റിംഗ് തന്നെ പറയാം. മച്ചാനെ, ഒരിക്കലും പഴംപൊരിയും വാഴക്കാപ്പൊക്കെ ഉണ്ടാക്കിയ മാതിരി തൊലിയിൽ ഒട്ടിപ്പിടിച്ച, അതായത് സ്കിൻ ഫിറ്റും സ്ലിം ഫിറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓവർ ബാഗി സൈസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓൾഡ് മണി എസ്തറ്റിക്സ് ഈസ് കംപ്ലീറ്റ്ലി ഒരു ക്ലാസിക്, ഒരു ഫോർമൽ, ഒരു പ്രീമിയം വെയർ ആണ് മച്ചാൻ, ഒരു ക്ലാസിക് വെയർ ആണ്. ലൈക്ക് ക്ലാസിക് ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് ക്ലാസിക് ബൈക്ക്. സോ അതുകൊണ്ട് തന്നെ മച്ചാനെ അതൊരു റിലാക്സ് ഫിറ്റ് ആയിരിക്കണം, ഒരു പ്രീമിയം വെയർ ആണ് മച്ചാനെ. അപ്പം നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കാൻ പാടില്ല, ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വെക്കാൻ പാടില്ല. അങ്ങനെ അല്ലായിരുന്നു പണ്ട്. സോ നമ്മളിപ്പോൾ ഓൾഡ് മണി നിങ്ങൾ വെയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. അല്ല ചുമ്മാ ഒരു മാതിരി ഒട്ടിപ്പിടിച്ച്, അതൊന്നും ശരിയല്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. ഓൾഡ് മണി എസ്തറ്റിക്സിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ് ഫിറ്റ് ആണ്. ഇതുപോലെ സത്യമായിട്ടും ഞാൻ അതുകൊണ്ടാണ് ഈ ഷർട്ട് എടുത്തിട്ട് വന്നത്. സത്യം, റിലാക്സ്ഡ് ഫിറ്റ് ആണ് മച്ചാനെ, ലൈക്ക് ദിസ്. അതായത് നമ്മുടെ ബോഡി ഷേപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസ് ഫിറ്റ്. അതായത് ഓവർ ബാഗി അല്ല, ഓവർ ടൈറ്റ് അല്ല, റിലാക്സ്ഡ് ഫിറ്റ്. ഓക്കെ, എപ്പോഴും റിലാക്സ്ഡ് ഫിറ്റ് ആയിരിക്കണം. കളേഴ്സ് പറയാന്നുണ്ടെങ്കിൽ മച്ചാനെ കംപ്ലീറ്റ്ലി ഒരു ന്യൂട്രൽ കളേഴ്സ് ആയിരിക്കണം, എർത്തി കളേഴ്സ് ആയിരിക്കണം. ലൈക്ക് ഒലിവ്, ബ്ലാക്ക്, ഗ്രീൻ, ബെയ്ജ്, ചാർക്കോള്, ഗ്രേ, അതുപോലുള്ള ന്യൂട്രൽ കളേഴ്സ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. ഫാബ്രിക്കിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഓൾഡ് മണി എസ്തറ്റിക്സിൽ ജീൻസ് ഐറ്റംസ് ഇല്ല. ജീൻസ് ഐറ്റംസ് വെച്ച്
ഓൾഡ് മണി എസ്തറ്റിക്സ് നമ്മൾ ഔട്ട്ഫിറ്റ് മേക്ക് ചെയ്യത്തില്ല. ഏറ്റവും കൂടുതലുള്ളത് ലിനൻ ക്ലോത്തും അതുപോലെ തന്നെ കോട്ടൺ ജീനും. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ബട്ടൺ അപ്പ് ഷർട്ട്സ്, ഫുള്ളി ബട്ടൺ അപ്പ് ഷർട്ട്സ്. അതായത് ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് അത് തന്നെ ബട്ടൺ അപ്പ് ഷർട്ട്, ഭയങ്കര ബട്ടൺ അപ്പ് കോപ്പ്. ഓക്കെ, ബട്ടൺ അപ്പ് ഷർട്ട്സ്. പിന്നെ പോളോ ഫിറ്റ് ടീഷർട്ട്. പോളോ ഫിറ്റ് ടീഷർട്ടിൽ തന്നെ നിറ്റഡ് ഫാബ്രിക്, നിറ്റിംഗ് ഫാബ്രിക് എന്ന് പറയും. ബനിയൻ ക്ലോത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഓൾഡ് മണി ലുക്ക് തരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ലുക്ക് തരുന്നത് നിറ്റിംഗ് ഫാബ്രിക് എന്ന് പറയും. നിറ്റിംഗ് ഫാബ്രിക് ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന മാതിരി ഉള്ള ഒരു മെറ്റീരിയൽ. നിറ്റിംഗ് ഫാബ്രിക്കിൽ തന്നെ പോളോ ഫിറ്റ് ഔട്ട്ഫിറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഫുൾ ഹാൻഡ് ടീഷർട്ടും നിറ്റിംഗ് ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ ഓൾഡ് മണി, പക്ക ഓൾഡ് മണി ലുക്ക് തന്നെ നമുക്ക് കിട്ടും. ഫുൾ ഹാൻഡ് ടീഷർട്ടിൽ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഹുഡീസ് ഇല്ല. ഹുഡീസ് നമുക്ക് ഓൾഡ് മണി ആയിട്ട് ഓൾഡ് മണി എസ്തറ്റിക്സിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓൾഡ് മണി എസ്തറ്റിക്സ് ഫുൾ ഹാൻഡിൽ തന്നെ കിട്ടുന്ന മോഡൽ എന്ന് വെച്ചാൽ ടർട്ടിൽ നെക്കാണ്. ടർട്ടിൽ നെക്കിൽ തന്നെ എന്ന് വെച്ചാൽ ലോങ്, നമ്മുടെ നെക്ക് കുറച്ച് ഹൈറ്റിൽ വരുന്ന ടർട്ടിൽ നെക്ക് ടീഷർട്ട് ഹെവി ലുക്കാണ് മച്ചാനെ, സൂപ്പർ ലുക്കാണ്. അതായത് ഓൾഡ് മണിക്ക് പറ്റിയ, സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്തിങ് ആണ് ടർട്ടിൽ നെക്ക് ഫുൾ ഹാൻഡ് ടീഷർട്ട്. അതുപോലെ തന്നെ കാർഡ് ജീൻസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ എന്താണ് അതിന്റെ റഗ്ബി ഷർട്ട്സ് ഒക്കെ പക്ക ഓൾഡ് മണി സ്റ്റൈലാണ്. സോ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. നമ്പർ 2, ബോട്ടം വെയർസ്. ബോട്ടം വെയറിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റിപ്പീറ്റ്ലി ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റ് ഫിറ്റും സ്ലിം ഫിറ്റും ഒന്നും പറ്റത്തില്ല മച്ചാൻ, റിലാക്സ്ഡ് ഫിറ്റ് തന്നെ ആയിരിക്കണം. മോഡൽസ് പറയുന്നുണ്ടെങ്കിൽ മോഡൽസ് ഒരുപാടുണ്ട്. ഗുർക്ക പാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലീറ്റഡ് പാൻസ് വിത്ത് ഹൈ വേസ്റ്റ് നമ്മൾ കുറച്ച് ഹൈയിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ആ ഒരു ഓൾഡ് മണി സ്റ്റൈൽ എപ്പോഴും നമുക്ക് കുറച്ച് ഹൈ വേസ്റ്റിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ലുക്കായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ ലിനൻ പാൻസ് വിത്ത് ടാഗോട് കൂടിയ ലിനൻ പാൻറ്, എല്ലാം റിലാക്സ്ഡ് ഫിറ്റ് ആണ് കേട്ടോ. ലിനൻ പാൻസ് വിത്ത് ടാഗ് ഉണ്ട്. ഷോർട്സിൽ തന്നെ ഇച്ചിരി ഫ്രീക്കി സ്റ്റൈലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മദ്രാസ് ഷോർട്സ് എന്നൊരു ഐറ്റം ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചീനോസ് യൂസ് ചെയ്യാം. ഓഫ്കോഴ്സ് ചീനോസ് യൂസ് ചെയ്യാം, ജീൻസ് യൂസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ചീനോസ് പാൻസ് എല്ലാം അടിപൊളിയായിട്ട് മാച്ച് ആവും, സൂപ്പറായിട്ട് മാച്ച് ആവും. ഓൾഡ് മണിക്ക് നമുക്ക് തകർക്കണം മച്ചാനെ. അടുത്ത 2024 ഓൾഡ് മണി ഇട്ട് നിങ്ങൾ എല്ലാവരും പൊളിക്കണം. ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞ മാതിരി മച്ചാനെ, ഫാഷൻ എല്ലായിടത്തും എത്തിയതിന് ശേഷമല്ല, എല്ലാവരും യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ചാനൽ ഇങ്ങനെ തുറന്നു വെച്ച് ഇങ്ങനെ വള അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആവാം. ഇനി പ്രോഡക്റ്റ് കിട്ടാനായിട്ടുള്ള പാടില്ല, പ്രോഡക്റ്റ് നമ്മൾ ഈ ചാനലിൽ കൂടി തന്നെ മാക്സിമം റേറ്റ് നമുക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന മാതിരി മറ്റേ BPS ബൂം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ലിങ്ക് നമ്മൾ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പർ 3, ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓൾഡ് മണി എസ്തറ്റിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു സ്റ്റാൻഡേർഡ്, ഒരു ക്ലാസിക് ലുക്കാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഹെയർ സ്റ്റൈലും ഓൾഡ് മണിക്ക് സെറ്റ് ആവത്തില്ല. ഓൾഡ് മണിക്ക് സെറ്റ് ആവുന്ന ഒരു 3-4 ഹെയർ സ്റ്റൈൽ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ തന്നെ സ്ലിക്ക് ബാക്കിൽ തന്നെ ടെക്സ്ചേർഡ് സ്ലിക്ക് ബാക്ക് ആണ്. അതായത് കുറച്ച് ലോങ് ഹെയറിൽ നമുക്ക് ബാക്കിലേക്ക് വളർത്തി സൈഡിലേക്കൊക്കെ മീഡിയം ലെങ്തിൽ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ചീക്കി മിനുക്കി വൃത്തിയാക്കി വെക്കുന്ന സ്റ്റൈലാണ് ടെക്സ്ചേർഡ് സ്ലിക്ക് ബാക്ക്. ഓക്കെ, അതായത് ഒരു പക്ക എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ് ടെക്സ്ചേർഡ് സ്ലിക്ക് ബാക്ക്. നമുക്ക് ലോങ് ലെങ്ത് ഇല്ല, മീഡിയം ലെങ്ത് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മീഡിയം ലെങ്ത് സൈഡ് പാർട്ട് ചെയ്യാൻ പറ്റും. മീഡിയം ലെങ്ത് സൈഡ് പാർട്ട് ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സിനും മാച്ച് ചെയ്യുന്നത്. ഇതിപ്പം ഇതിന് വേണ്ടി മാത്രമല്ല, ഓൾഡ് മണിക്ക് മാത്രമല്ല, എല്ലാ ഔട്ട്ഫിറ്റ്സിനും മാച്ച് ചെയ്യുന്നതാണ് സൈഡ് പാർട്ട്, മീഡിയം ലെങ്ത് സൈഡ് പാർട്ട്. പക്ഷേ നമുക്ക് ലോങ് ലെങ്ത് മീഡിയം ലെങ്ത് പറ്റത്തില്ല. നമുക്ക് ഷോർട്ട് ലെങ്ത് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ടൈംലെസ് ഷോർട്ട് ആൻഡ് നീറ്റ് ഹെയർ സ്റ്റൈലാണ് ഐവി ലീഗ് ഹെയർ സ്റ്റൈൽ. ഓക്കെ, ഐവി ലീഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ക്ലാസിക് സ്റ്റൈലും കൂടിയാണ് ഐവി ലീഗ് സ്റ്റൈൽ. ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സും നിങ്ങൾക്ക് മാച്ച് ചെയ്യാനും പറ്റും. ഷോർട്ട് ലെങ്തും വേണ്ട, മീഡിയം ലെങ്തും വേണ്ട, ലോങ് ലെങ്തും വേണ്ട, ഒരു ഫ്രീക്ക് ഹെയർ സ്റ്റൈലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ മച്ചാനെ മെസ്സി കട്ടൻ നമ്മൾ വീഡിയോസ് ഓൾറെഡി എല്ലാം ഹെയർ കട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് നേരത്തെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഓക്കെ, സോ മെസ്സി കട്ടനും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മച്ചാനെ ഈ പറഞ്ഞ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് മാച്ച് ആവത്തില്ല, എന്റെ മുടി കൊള്ളത്തില്ല, എനിക്ക് ബാൾഡ് ഹെയർ ആണ്, എന്റെ നെറ്റ് കയറിയതാണ്, എനിക്ക് ക്യാപ്പ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഓൾഡ് മണി എസ്തറ്റിക്സിന് ഏതെങ്കിലും ഒരു ക്യാപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ആ ലുക്കിനെ കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്യും. ഓൾഡ് മണിക്കും ഇപ്പോഴത്തെ ബാഗി ഔട്ട്ഫിറ്റ്സിനും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന കുറച്ചൊരു 4-5 ടൈപ്പ് ഓഫ് ക്യാപ്സ് ഉണ്ട്. ആ ക്യാപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൊന്ന് ഫ്ലാറ്റ് ക്യാപ്പാണ്. ഫ്ലാറ്റ് ക്യാപ്പിൽ ഗോൾഡ് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഗോൾഡ് ഫ്ലാറ്റ് ക്യാപ്പ് ഉണ്ട്, അത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ട്രിൽബി എന്നൊരു ഐറ്റം ഉണ്ട്. അതായത് നമ്മുടെ ട്രിൽബി മോഡല് നമ്മുടെ ചാർലി ചാപ്ലിനൊക്കെ യൂസ് ചെയ്യുന്ന മാതിരിയുള്ള ടൈപ്പ് ഓഫ് ക്യാപ്പ് ഉണ്ട്. അതൊക്കെ യുണീക് പീസസ് ആണ് മച്ചാനെ, അടിപൊളി സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതൊന്നും നമ്മളെ കേരളത്തിൽ നിന്നും അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അതൊക്കെ വെച്ചിട്ട് ഒരു ലിനനും ഒരു ഹൈ വേസ്റ്റ് പാൻറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മച്ചാനെ അടിപൊളിയായിരിക്കും, സൂപ്പർ ലുക്കായിരിക്കും, ഒരു പ്രീമിയം ലുക്കായിരിക്കും. ഓക്കെ, സോ ഒരു ട്രിൽബി ഉണ്ട്. അതുപോലെ തന്നെ വെരി ഫേമസ് ന്യൂസ് ബോയ് ഹാറ്റ് വെച്ചിരിക്കുന്ന ഇന്ത പുള്ളി ആരാണെന്ന് അറിയാമല്ലോ, കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ ടൈപ്പ് ഓഫ് ക്യാപ്പ് ന്യൂസ് ബോയ് ഹാറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ ടാമോ ഷാന്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെഗ്വരൊക്കെ യൂസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്യാപ്പാണ് ടാമോ ഷാന്തർ. അതാണ് മോഡൽ. ടാമോ ഷാന്തർ മോഡൽ എന്ന് വെച്ചാൽ ആ ടൈപ്പ് ഓഫ് മോഡലാണ് ടാമോ ഷാന്തർ ക്യാപ്പ് എന്ന് പറയുന്നത്. നമ്പർ 4, സാൻഡിൽസ് ആൻഡ് ഷൂസസ്. സാൻഡിൽസിനെ കുറിച്ചും ഷൂസിനെ കുറിച്ചും പറയുന്ന സമയത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓൾഡ് മണി എസ്തറ്റിക്സ്
എസ്തറ്റിക്സിൽ സാൻഡൽസ് യൂസ് ചെയ്യാം. ഓഫ്കോഴ്സ് സാൻഡൽസ് യൂസ് ചെയ്യാം. ഓൾഡ് മണി എസ്തറ്റിക് സ്റ്റൈലിന്, വൈബിന്, ആ ഒരു ലുക്കിന് മാച്ച് ആവുന്നതാണ്. പക്ഷേ റബ്ബർ ചെരുപ്പെന്ന് വാങ്ങിച്ചിട്ട് കളയരുത്. ഓക്കെ, റബ്ബർ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബംഗാളികളെ പോലെ ഇരിക്കും. സോ റബ്ബർ ചെരുപ്പല്ല, അല്ലാതുള്ള ലെതർ ഐറ്റംസ് എല്ലാം യൂസ് ചെയ്യാവുന്നത് ബൂട്ട്സ് യൂസ് ചെയ്യാം, ലോഫേഴ്സ് യൂസ് ചെയ്യാം, ലെതർ ഐറ്റംസ് ഏത് വേണം, ലെതർ ഷൂസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. അത് പറ്റില്ല, സ്നീക്കേഴ്സ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്നീക്കേഴ്സ് യൂസ് ചെയ്യാം. ലോ പ്രൊഫൈൽ ഓൾ വൈറ്റ് സ്നീക്കേഴ്സ് യൂസ് ചെയ്യാം. അല്ലാതെ ഒരുപാട് കളറൊക്കെ കോരി അടച്ച മാതിരിയുള്ള ഷൂസ് ഒന്നും വാരി പൊത്തരുത്. ഹൾക്കി സാധനം ഒന്നും ഇട്ടുകൊണ്ട് ഇറങ്ങരുത്. ആ കോലത്തിന് നിങ്ങളെ ലുക്കിനെ കംപ്ലീറ്റ്ലി അത് സ്പോയിൽ ചെയ്യും. സോ സ്നീക്കേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ പ്രൊഫൈൽ ഓൾ വൈറ്റ് സ്നീക്കേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അഫ്കോഴ്സ് ഡ്രസ് ഷൂസ് യൂസ് ചെയ്യാം. അതും നല്ല ക്ലാസ് ലുക്ക് ആയിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്പർ 5, ആക്സസറീസ്. അതായത് വളയും മാലയും മച്ചാനെ ആക്സസറീസ് നമ്പർ 5 ആക്സസറീസ് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മാക്സിമം ലൂസ് ആയിട്ടുള്ള ആക്സസറീസ് യൂസ് ചെയ്യാതിരിക്കുക. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ആക്സസറീസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ബ്രേസ്ലെറ്റ്, നമ്മൾ നല്ല ലൂസ് ആയിട്ടാണ് ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ബ്രേസ്ലെറ്റ്സ് ഒഴിവാക്കിയിട്ട് വള യൂസ് ചെയ്യുക. ഇടിവള ഈസ് ബെസ്റ്റ്, അടിപൊളി, ആപ്റ്റ് ആണ്. എന്തിന്, ഓൾഡ് മണി എസ്തറ്റിക്സിന് അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു ഐറ്റം ആണ് ഇടിവള. ഗോൾഡ് ഒഴിവാക്കിയിട്ട് സിൽവർ പ്രിഫർ ചെയ്യാം. നല്ലെന്നുണ്ടെങ്കിൽ ഇതുമാതിരിയുള്ള ബാൻഡ്സ് യൂസ് ചെയ്യാം. ബാൻഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ബാൻഡ്സ് പ്രിഫർ ചെയ്യാം. വാച്ച് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. പക്ഷെ വാച്ച് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഒരു സ്മാർട്ട് വാച്ചോ ഒരു സ്പോർട്സ് വാച്ചോ പ്രിഫർ ചെയ്യരുത്. സിമ്പിൾ ആൻഡ് ക്ലാസി ഒരു ലെതർ വാച്ചോ അല്ലെങ്കിൽ ഒരു ചെയിൻ വാച്ചോ യൂസ് ചെയ്യാം. റിംഗ് യൂസ് ചെയ്യാം, പക്ഷെ ഗോൾഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബ്ലാക്ക് പ്ലേറ്റഡോ സിൽവർ റിംഗോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇയറിംഗ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ സ്റ്റഡോ സ്റ്റോണോ ആണ് ബെസ്റ്റ്. അത് സിംഗിൾ എയറിലാണ് ഏറ്റവും അടിപൊളി. ഏതൊരു സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് അത് ഇടേണ്ട രീതിയിൽ അതിൻ്റെ ഒരു ഡെക്കോറം കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഓരോ സ്റ്റൈലും നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട്, ഓരോ സ്റ്റൈലും നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ചാനെ നിങ്ങൾ ഓൾഡ് മണി എസ്തറ്റിക്സിൽ ചുമ്മാ പ്രോ ആയിരിക്കും. ഓക്കെ, ആരായിരുന്നാലും ചോദിക്കും, അളിയ അടിപൊളിയായിട്ട് നീ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നിനക്ക് ആരളിയാ പറഞ്ഞു തരുന്നതെന്ന്. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ചാനെ കുശും പേറി അവൻ അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് ഓർത്തിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. നമ്മുടെ ഈ ചാനൽ അവനും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, അവരും സെറ്റ് ആവട്ടെ മച്ചാനെ. സോ ഇത്രയുള്ള ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അടിപൊളി ക്ലോത്തിങ്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഓൾഡ് മണി എസ്തറ്റിക് സ്റ്റൈൽ ഉൾപ്പെടെ 2024 നിങ്ങൾക്ക് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. BPS ബൂം എന്നാണ് ലിങ്ക് താഴെ കൊടുത്തിരിക്കും. ഇൻസ്റ്റാഗ്രാം ഐഡിയുടെയും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴി അറിയിക്കുന്നതായിരിക്കും. സോ ആവശ്യമുള്ളവർ നല്ല പ്രോഡക്റ്റ്, നല്ല പ്രൈസിന്, നല്ല ഫാഷനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് ആവശ്യമുള്ളവർ മാത്രം മറ്റേ ചാനലും മറ്റേ ഇൻസ്റ്റാഗ്രാം ഐഡിയും BPS ബൂം എന്ന നമ്മുടെ മറ്റേ ചാനലും ഇൻസ്റ്റാഗ്രാം ഐഡിയെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സബ് ചെയ്ത് റെഡി ആയിരിക്കുക. നവംബർ 10 ആയിരിക്കും ആദ്യത്തെ വീഡിയോ വരുന്ന, ആദ്യത്തെ ഐറ്റംസ് നമ്മൾ കാണിച്ചു തുടങ്ങുന്ന. സോ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കുക, സ്റ്റൈൽ ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ബൈ ഫോർ നൗ, അൻറ്റിൽ ദി നെക്സ്റ്റ് വീഡിയോ.